പീരുമേട്ടിലെ ഹെലിബറിയ ടീ കമ്പനിയുടെ തോട്ടങ്ങൾ അടച്ചുപൂട്ടി. ശമ്പളമോ ആനുകൂല്യങ്ങളോ തൊഴിലാളികൾക്ക് നൽകാതെയാണ് തോട്ടങ്ങൾ അടച്ചത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള ലയങ്ങളിൽ ദുരിത ജീവിതം നയിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ പലപ്പോഴായി നമ്മൾ തന്നെ വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. തോട്ടങ്ങളിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നവർ. ആ തോട്ടം തൊഴിലാളികൾ ഇന്ന് അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപട്ടിണിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹെലിബറിയ, സെമിനിവാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളാണ് ഹെലിബറിയ തേയിലത്തോട്ടത്തിനുള്ളത്. 800ഓളം സ്ഥിരം തൊഴിലാളികൾ, 100 കണക്കിന് അതിഥി തൊഴിലാളികൾ. ഇവരുടെ എല്ലാം വരുമാനമാണ് മാനേജ്മെന്റിന്റെ അടച്ചുപൂട്ടൽ നടപടിയിലൂടെ ഇല്ലാതായത്. ദിവസങ്ങൾക്ക് മുമ്പ് തൊഴിലാളികൾ ശമ്പളം ആവശ്യപ്പെട്ട് മാനേജരെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത്. 2 മാസത്തെ ശമ്പളം നിലവിൽ ഇപ്പോൾ തരാനുണ്ട്. ആ ശമ്പളം ചോദിച്ചതിന്റെ പേരിലാണ് കമ്പനി ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. തൽക്കാലം ജോലി നിർത്തി വെച്ചിരിക്കുമെന്ന് പറഞ്ഞ് നോട്ടീസ് ഇട്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലോണുകൾ പോലും ഞങ്ങളുടെ കണക്കിൽ പൈസ പിടിച്ചിട്ട് അത് അടച്ചിട്ടില്ല, കമ്പനി അടച്ചിട്ടില്ല. അങ്ങനെ ബാങ്കുകളിൽ നിന്ന് പോലും നമുക്കൊരു ലോൺ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവിടെ ഒത്തിരി പേരുള്ളത്. ഒത്തിരി അമ്മമാരുണ്ട്, മക്കളില്ലാത്ത അമ്മമാരുണ്ട്, ഈ എസ്റ്റേറ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. ഈ കൈക്കാശ് തൊഴിലാളികൾക്കാണ് 12 ആഴ്ചത്തെ പൈസയാണ് കൊടുക്കാത്തത്. അവർക്കിതില്ലെങ്കിൽ അവർക്കും പട്ടിണിയാണ്. പട്ടിണി പോയി ഇറന്ന് വേല ചെയ്യാൻ പറ്റുകയല്ലോ. ഞങ്ങൾക്ക് ആഹാരം കഴിച്ചാലല്ലേ വേല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പൈസയെല്ലാം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ ശമ്പളവും തരണം, ഞങ്ങളുടെ BF ഞങ്ങൾക്ക് വാങ്ങിത്തരണം. തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കൾ തോട്ടം മാനേജ്മെന്റായി ചർച്ചകൾ നടത്തിയെങ്കിലും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. ജോലിയിൽ നിന്നും പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. തൊഴിലാളികളിൽ നിന്നും പിരിച്ച 58 മാസത്തെ തുക പ്രൊവിഡന്റ് ഫണ്ടിൽ കമ്പനി അടച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നവർക്ക് പെൻഷനില്ല, പിന്നെ PF അടയ്ക്കുന്നില്ല. 84 മാസത്തെ PF ആണ് ഞങ്ങൾക്ക് അടയ്ക്കാനുള്ളത്. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് PF അടയ്ക്കണം. അതുപോലെ ഞങ്ങളുടെ മക്കളുടെ ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ, ഒരു ഭവനം വെക്കണമെങ്കിൽ, ഒരു ആശുപത്രിക്ക് പോകണമെങ്കിൽ, ഇതിലൊന്നും ഞങ്ങൾക്ക് ഒന്നിനും ഒരു ഇതില്ല. മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ യൂണിയനുകൾ സമരവും തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവര് രാവിലെ മസ്റ്റർ ഓഫീസിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജ്മെന്റ് തൊഴിലാളികൾ അവരെ തടഞ്ഞു വെക്കുന്നു, അസഭ്യം പറയുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പിറ്റേ ദിവസം കമ്പനി ലോക്കൗട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് 4 ഡിവിഷനിലും ജനറൽ ബോഡി വിളിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഈ മുഴുവൻ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചിരുന്ന ഒരു സമരം ഏലപ്പാറയിൽ സംഘടിപ്പിക്കും. അതിനുശേഷം തൊഴിലാളികളെ പട്ടിണി കിടന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏത് മാർഗം സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് CI2 നൽകി ഞങ്ങൾ ആലോചിക്കുന്നത്. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണെന്നാണ് ഹെലിബറിയ കമ്പനിയുടെ അധികൃതർ പറയുന്നത്. ട്രേഡ് യൂണിയൻ നേതാക്കളായി ചർച്ച നടത്തി പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഈ അധികൃതർ പറയുന്നത്. പക്ഷേ അതിനി എത്ര നാൾ കഴിഞ്ഞായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്ക തോട്ടം തൊഴിലാളികൾക്കുണ്ട്. എത്രയും വേഗം തോട്ടം തൊഴിലാളികളുടെ ഉപജീവന മാർഗം വീണ്ടും തുടങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.